ബാംഗ്ലൂരിലെ ഒരു ഫേമസ് ലോയർ മോഡ് എൻഗേജ്മെന്റ് ധൃതി പിടിച്ച് നടത്തുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് തേർഡ് ഡേ ഈ ശുഭ ഗിരീഷിനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാൽ. റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ശുഭ പറഞ്ഞു, നമുക്ക് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡും ചെയ്യുന്നൊക്കെ ഒന്ന് കണ്ടാലോ. രാത്രി 9:30 ആണ്. ആ ടൈമിൽ ബൈക്കിൽ അങ്ങോട്ട് 3 പേര് വന്നു. ഒരാള് കമ്പി കൊണ്ട് ഗിരീഷിനെ അടിച്ചടിച്ച് വീഴ്ത്തു. അതുവഴി വന്ന ഒരു കാർ ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തി. പിറ്റേ ദിവസം ഗിരീഷ് മരണപ്പെട്ടു. പോലീസ് കേസ് അന്വേഷിച്ചിട്ടൊന്നും ആരെയും കണ്ടുപിടിക്കാൻ പറ്റും. ആ എൻഗേജ്മെന്റ് വീഡിയോ കണ്ട ഒരു പോലീസുകാരന് മാത്രം ഒരു സംശയം തോന്നി. എല്ലാ ക്ലിപ്പിങ്ങിലും ശുഭ മാത്രം ഭയങ്കര വിഷമിച്ചിരിക്കും. അങ്ങനെ ഈ സംശയത്തിന്റെ പേരിൽ ശുഭയുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഗിരീഷ് ആക്രമിക്കപ്പെട്ട ആ ദിവസം ഒരേ നമ്പറിലോട്ട് ഇഷ്ടം പോലെ പ്രാവശ്യം കോള് പോയിട്ടുണ്ട്. അങ്ങനെ ആ ഫോൺ നമ്പറിന്റെ ഓണറിനെ പോലീസ് വിളിപ്പിച്ചു, അരുൺ വർമ്മയാൽ. എന്നിട്ട് ശുഭയുടെയും അരുണിന്റെയും ഫോൺ നമ്പർ ടാപ്പ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും അരുൺ ശുഭയെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ പോലീസ് വിളിപ്പിച്ച കാര്യം. 2 വർഷമായിട്ട് ശുഭയും അരുണും ലവിലായിരുന്നെന്നും 19 വയസ്സുള്ള അരുണിനെ 27 വയസ്സുള്ള ശുഭയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് ശുഭനോട് പറഞ്ഞപ്പം ശുഭയുടെ ലോയർ ഫാദർ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഗിരീഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങ് തീരും. ഗിരീഷിനെ കൊല്ലാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൂ. അരുണിന്റെ കസിനെ കൂട്ടുപിടിച്ച് ഇവര് ബാംഗ്ലൂരിൽ ഒരു ഗുണ്ടെ ഹയർ ചെയ്യും. 2025 ജൂലൈയിൽ സുപ്രീം കോർട്ടിന്റെ വിധി വന്നു. ഈ പെണ്ണിന്റെ ഫാമിലിയാണ് യഥാർത്ഥ കുറ്റക്കാരൻ.